സത്യത്തിൽ ബിഗ് ബോസ് കൊടുത്ത ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ്. ബിഗ് ബോസ് എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണോ, ബിഗ് ബോസിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത്. അത് ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 75 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ബിഗ് ബോസിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൽ സായി വന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് പുറത്തുനിന്ന് വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം. സായി പറയുന്നത് മുൻപ് അവിടെ സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, അത് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവായിരിക്കാം, ഇല്ലായിരിക്കാം, അത് നമുക്കറിയില്ല എന്ന് സായി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ സായി പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും, ആ ആള് നമ്മുടെ അടുത്ത് സംസാരിക്കുക കൂടിയില്ല, നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യമല്ലാതെ വേറൊരു കാര്യവും സംസാരിക്കില്ല, നമുക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരവും കിട്ടില്ല, ഫോൺ കണ്ടാൽ പോലും നമുക്കത് വാങ്ങിക്കാൻ ഉപയോഗിക്കാൻ പോലും തോന്നില്ല എന്നാണ് അവിടെ പറയുന്നത് സായി. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു വിവരങ്ങളും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കില്ല എന്നാണ് സായി അവിടെ പറയുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന്, പക്ഷേ എനിക്ക് മനസ്സിലായി അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത്രയും ഇതിലാണ് അവർ നമ്മളെ നോക്കുന്നത്. പുറത്തു നിന്നുള്ള ഒരു വിവരങ്ങളും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ലഭിക്കില്ല എന്നാണ് സായി അവിടെ പറയുന്നത്. എന്തായാലും സായി പറയുന്നതിനെ കാരണവും സായി പറയുന്നുണ്ട്. മുൻ സീസണുകളെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പല തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തിയിരുന്നു, പക്ഷേ സ്വന്തമായിട്ട് ഇതിലേക്ക് വന്ന സമയത്ത് എൻ്റെ ആ തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറി മറയുകയാണ് എന്നുകൂടി സായി അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരാൾ പറഞ്ഞൊരു വാചകം കൂടി ഈ സമയത്ത് ഓർക്കാണ്. നമ്മുടെ നന്ദന പറഞ്ഞൊരു കാര്യം. നന്ദന അവിടെ ജാസ്മിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. പുറത്തുനിന്ന് ഞാൻ വരുന്ന സമയത്ത് ഇവരെല്ലാവരും വൈൽഡ് കാർഡുകളായിരുന്നല്ലോ, അപ്പോൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ജാസ്മിനെ കുറിച്ച് പുറത്ത് അത്രയും നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജാസ്മിനെ വൃത്തിയില്ല എന്നുള്ളൊരു കാര്യം, ഹൈജീൻ കുറവ് എന്നുള്ളൊരു കാര്യം. പക്ഷെ പുറത്തുനിന്ന് അതൊക്കെ കണ്ടുവന്നിട്ട് ജാസ്മിൻ എന്നുള്ള വ്യക്തിയെ ഇവിടെ വന്ന് ഞാൻ മനസ്സിലാക്കുകയും അടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വിഷയമേ ജാസ്മിൻ ചേച്ചിക്കില്ല. അവിടെ ഹൈജീൻ എന്നുള്ള പ്രശ്നമേ ഇവിടെ ഇല്ല, നല്ല വൃത്തിയുള്ള ആളാണ്. അതൊക്കെ വെറുതെ പുറത്തുനിന്ന് ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാരണമാണ്, അത് ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ തെറ്റിദ്ധാരണയെല്ലാം എൻ്റെ മാറി എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു നന്ദന. സത്യത്തിൽ പുറത്ത് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ ജാസ്മിനെ അറിയാവുന്ന കാര്യമാണ്. സിജോ പറഞ്ഞിട്ട് ഇപ്പൊ നന്ദന കൂടി അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ടായിരുന്നു.